ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചത് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളുടെ ഉടമയാണ് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ. പ്രേം നസീറുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രേം നസീർ എന്ന സംവിധായകനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആയിരത്തി 1950കളുടെ തുടക്കമാണ് പ്രേം നസീർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. അവിടുന്ന് അങ്ങോട്ട് ഏകദേശം 85 വരെ പ്രേം നസീർ തന്നെയായിരുന്നു സിനിമയിലെ നമ്പർ 1. അതായത് കൂടെ മധു, അതിനുശേഷം സത്യൻ, സോമൻ, സുകുമാരൻ ഇവരൊക്കെ വന്നെങ്കിലും എന്നും നമ്പർ 1 ഹീറോ പ്രേം നസീർ തന്നെയായിരുന്നു. അങ്ങനെ ഒരു അഭിനയത്തിന്റെ ഏകദേശം ഒരു പീക്കിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ പുതിയ തലമുറയൊക്കെ വന്നു. ഏകദേശം അപ്പോഴും പ്രേം നസീർ ഉണ്ട് ടോപ്പിൽ. എങ്കിലും അദ്ദേഹം അഭിനയത്തിനൊരു ബ്രേക്ക് എടുത്തിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി. അന്നത്തെ ലീഡർ കെ കരുണാകരന്റെ കൂടെയായിരുന്നു. കോൺഗ്രസിന് വേണ്ടിയിട്ട് കുറെ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 88 കൂടി വീണ്ടും സിനിമയിലേക്ക് വന്നു. ധ്വനി എന്ന് പറയുന്ന ഒരു സിനിമയിൽ, നമ്മുടെ ജയറാമിന്റെ 3ാമത്തെ സിനിമയാണ്, അതിലാണ് പിന്നെ ഒരു ബ്രേക്കിന് ശേഷം അഭിനയിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് 85-ൽ ഇദ്ദേഹം ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് സിനിമകളൊക്കെ തീർത്തു വെച്ചിരുന്നു. അതിൽ 1-2 സിനിമയൊക്കെ ആ സമയത്ത് ഇറങ്ങിയിരുന്നു. പ്രിയദർശൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിനിമ സത്യൻ അന്തിക്കാടിന്റെ ലാൽ അമേരിക്കയിൽ, അത് കുറച്ച് ഡിലേ ആയിട്ട് പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ പറഞ്ഞാൽ ഇറങ്ങാനുണ്ടായിരുന്നു കടത്തനാടൻ അമ്പാടി. അത് അപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. അദ്ദേഹം മരിച്ച ശേഷമാണ് കടത്തനാടൻ അമ്പാടി റിലീസാവുന്നത്. അപ്പൊ ഈ ധ്വനിയൊക്കെ അഭിനയിച്ച് നിൽക്കുന്നതിന്റെ ആ ഒരു ടൈമിൽ പ്രേം നസീറിന് സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ ഏകദേശം പുതിയ തലമുറയൊക്കെ വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ ആൾക്കാരെ വെച്ച് സംവിധാനം ചെയ്യണം, ഒരു ഡയറക്ടർ ആവണം എന്നുള്ളത്. കാരണം അദ്ദേഹം അതുവരെ എത്രയോ സിനിമകൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി അഭിനയിച്ചത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഒരേ ഒരു നടിയുടെ കൂടെ, ഷീലയുടെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തു. 85-90 നടിമാരുടെ കൂടെ നായികയായി. അത് ഒരുപാട് റെക്കോർഡുകളുണ്ട് പ്രേം നസീറിന്റെ. അപ്പോൾ അദ്ദേഹം പക്ഷെ അതുവരെ ഒരു സംവിധാനം ഒന്നും ചെയ്തിരുന്നില്ല. നമുക്കിപ്പോൾ ഇന്നറിയുന്ന ഒരുപാട് നടന്മാർ കുറച്ച് സിനിമകൾ അഭിനയിക്കുമ്പോൾ തന്നെ സംവിധാനം ചെയ്യുന്നുണ്ട്. അവർ അഭിനയത്തോടൊപ്പം തന്നെ സംവിധാനവും നിർമ്മാണവും തിരക്കഥയും. പക്ഷെ പ്രേം നസീർ അതൊന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹം നടനായി തന്നെയായിരുന്നു നിന്നത്. അങ്ങനെ അദ്ദേഹം സിനിമ പ്ലാൻ ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഒരു സിനിമ മമ്മൂട്ടിയെ നായകനാക്കി, ഒരു സിനിമ മോഹൻലാലിനെ നായകനാക്കി. ഇങ്ങനെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തത് മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി ഡെന്നീസ് ജോസഫും, മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസനും. അപ്പോൾ ഇവരെല്ലാവരെയും പോയി കണ്ടു. ആദ്യം തന്നെ മമ്മൂട്ടിയെ പോയി കണ്ടു, മോഹൻലാലിനെ പോയി കണ്ടു. രണ്ടുപേരും ഓക്കെ, നസീർ സാറിന് വേണ്ടി ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും തരാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നേരെ ഡെന്നീസ് ജോസഫിനെ വിളിച്ചു. അപ്പോൾ ഈ ഡെന്നീസ് ജോസഫ് ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്, അതാണ് രസകരം. ഡെന്നീസ് ജോസഫ് ന്യൂഡൽഹിയും ഈ പറഞ്ഞ രാജാവിന്റെ മകനെ കുറെ സിനിമകളൊക്കെ ചെയ്ത് അന്നൊരു ടോപ്പ് റൈറ്ററായി നിൽക്കുന്ന സമയത്ത് ഡെന്നീസ് ജോസഫിന് ഒരു ഫോൺ കോൾ വരുന്നു, പ്രേം നസീർ ആണെന്നും പറഞ്ഞ് കോൾ വരുന്നു. അപ്പോൾ ഡെന്നീസ് ജോസഫ് പറഞ്ഞു, ഞാൻ പ്രേം നസീർ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രേം നസീർ സാർ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അന്ന് നടൻ സിദ്ദിഖ് മിമിക്രി ഒക്കെ ചെയ്യും. അപ്പൊ സിദ്ദിഖാണ് ഈ വിളിച്ച് പറ്റിക്കുന്ന വിചാരിച്ചിട്ട് ഡെന്നീസ് ജോസഫ് തിരിച്ചെന്തോ മോശം പറഞ്ഞ് കളിയാക്കിയിട്ട് എന്തോ പറഞ്ഞ് ഫോൺ വെച്ചു. 2-3 തവണ വിളിച്ചപ്പോഴും ഡെന്നീസ് ജോസഫ് ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല അത് പ്രേം നസീർ ആണ് വിളിക്കണം എന്നുള്ളത്. പിന്നീട് ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട്, ഒരു സിനിമയിലുള്ള ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നസീർ സാർ വിളിച്ചു, ഡെന്നീസ് എന്തോ മോശമായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഡെന്നീസ് ജോസഫ് മനസ്സിലായത് വിളിച്ചത് പ്രേം നസീർ തന്നെയായിരുന്നു. അങ്ങനെ പ്രേം നസീറിനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ പ്രേം നസീർ പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഡെന്നീസ് ജോസഫ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വരാം, ഞാൻ നസീർ സാറിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഞാൻ ഡെന്നീസിനെ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇവരുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് പ്രേം നസീർ പറഞ്ഞത്, എനിക്ക് മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട്, മമ്മൂട്ടി വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു, മോഹൻലാലിനെ വെച്ചും ചെയ്യുന്നു. മോഹൻലാലിന്റെ സിനിമ ശ്രീനിവാസൻ എഴുതും, എനിക്ക് മമ്മൂട്ടിയുടെ സിനിമ ഡെന്നീസ് എനിക്ക് എഴുതി തരണം. അപ്പോൾ ഡെന്നീസ് ജോസഫിന് അത് വളരെ സന്തോഷമായി. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, ഓക്കെ, എപ്പോൾ വേണമെങ്കിലും എഴുതാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രേം നസീർ ഒരു അഡ്വാൻസ് ചെക്കൊക്കെ എഴുതി കൊടുത്തപ്പോൾ ഡെന്നീസ് ജോസഫ് പറഞ്ഞു, ഞാൻ നസീർ സാറിൻ്റെ അടുത്ത് നിന്ന് അഡ്വാൻസ് മേടിക്കില്ല, എനിക്ക് സാറാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് റെമ്യൂണറേഷൻ വേണ്ട, വേറൊരു പ്രൊഡ്യൂസറൊക്കെ റെഡി ആവുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസറുടെ അടുത്ത് ഞാൻ പൈസ മേടിച്ചോളാം. പക്ഷേ ഞാൻ കുട്ടിക്കാലം മുതൽ ഈ പറയുന്ന C ക്ലാസ് തിയേറ്ററിലൊക്കെ ബെഞ്ചിലൊക്കെ ഇരുന്നും ക്യൂ നിന്നൊക്കെ ഇടിച്ചു കയറി കണ്ട സിനിമകളുടെ നായകനാണ്, സാറിന് വേണ്ടി ഞാൻ പൈസ ഒന്നും വാങ്ങാതെ തന്നെ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പ്രേം നസീർ സന്തോഷമായിട്ട് പറഞ്ഞു. ഇത് തന്നെയാണ് ശ്രീനിവാസനും പറഞ്ഞത്, റെമ്യൂണറേഷൻ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നിങ്ങൾ പുതിയ തലമുറയാണ്, പുതിയ തലമുറയ്ക്ക് എന്നെ എങ്ങനെയായിരിക്കും നിങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര വളരെ ഒരു വിനയത്തോടു കൂടിയാണ് പ്രേം നസീർ സംസാരിച്ചത്. കൂട്ടത്തിൽ പ്രേം നസീർ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ന്യൂഡൽഹിയും രാജാവിന്റെ മകനൊന്നും പോലെ ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും എനിക്ക് തരരുത്, എനിക്കതൊന്നും താങ്ങില്ല. അതായത് ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹെവി ആയിട്ടുള്ള റോളുകൾ ചെയ്ത എല്ലാതരം സിനിമകളും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രേം നസീർ. പ്രേം നസീറാണ് ഡെന്നീസ് ജോസഫിനോട് പറയണത്, എനിക്ക് വളരെ ലൈറ്റായിട്ട്
ഞാനൊരു പുതിയൊരു സംവിധായകനാണ്, പുതിയ ഒരാൾക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് തരാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അന്ന് അവിടുന്ന് പിരിഞ്ഞത്. പക്ഷെ അതിനുശേഷം ഇവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രേം നസീർ മരിക്കുന്നത്. ഇതൊരു 88 ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. പ്രേം നസീർ 89 ജനുവരിയിലാണ് മരിച്ചത്. ഇതും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 90 വിഷുവിനാണ് പ്രേം നസീറിന്റെ ലാസ്റ്റ് സിനിമ കടത്തനാടൻ അമ്പാടി റിലീസാണത്. ഈ സിനിമ 86 ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു. പക്ഷെ അത് കുറെ പ്രൊഡ്യൂസർ സൈഡിൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അന്ന് പ്രേം നസീറിന് വേണ്ടി ഡബ് ചെയ്തത് ഷമി തിലകനായിരുന്നു ഈ കടത്തനാടൻ അമ്പാടിക്ക്. സ്ഥിരമായിട്ട് അന്ന് പ്രേം നസീറിനെ വേദികൾ അനുകരിച്ചിരുന്ന ജയറാമായിരുന്നു. പക്ഷെ ജയറാം അപ്പോഴേക്കും സിനിമയിൽ വന്ന് ജയറാം സ്റ്റാറായി. എന്നിട്ടും ജയറാം കടത്തനാടൻ അമ്പാടിക്ക് വേണ്ടിയിട്ട് പ്രേം നസീറിന് ഡബ് ചെയ്യാൻ പോയതാണ്. പക്ഷെ പ്രിയദർശൻ എന്തോ തൃപ്തി വന്നില്ല. ലാസ്റ്റ് ഷമി തിലകനാണ് അന്ന് ഡബ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത് പ്രേം നസീറിന് നടക്കാതെ പോയ 2 സ്വപ്നങ്ങൾ. ഇതില് ഡെന്നിസ് ജോസഫിന്റെ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു മമ്മൂട്ടി പ്രേം നസീർ കൂട്ടുകെട്ടുള്ള സിനിമ, അപ്പുറത്ത് പ്രേം നസീർ മോഹൻലാൽ കൂട്ടുകെട്ടുള്ള സിനിമ. പിന്നീട് ഞാൻ വേറെ സ്ഥലത്ത് വായിച്ചിട്ടുള്ളതാണ്, അന്ന് ശ്രീനിവാസൻ പ്രേം നസീറിന് വേണ്ടി ഇതുപോലെ പ്രേം നസീർ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു ലൈറ്റ് സബ്ജക്റ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ ആലോചിച്ചിരുന്ന ഒരു കഥ, ശ്രീനിവാസന്റെ അച്ഛന്റെ ലൈഫിൽ സംഭവിച്ച ഒരു കഥ, ശ്രീനിവാസനൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ഒരു കഥ. അതായത് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയതും അത് തൊഴിലാളി പ്രശ്നങ്ങൾ കാരണം മുടങ്ങി പോണതും ഒക്കെയായിരുന്നു. ഈ കഥയാണ് പിന്നീട് ശ്രീനിവാസൻ വരവേൽപ്പാക്കിയത് എന്ന് വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അന്ന് ഡെന്നിസ് ജോസഫ് ഇതേപോലെ മമ്മൂട്ടിക്ക് വേണ്ടി, പ്രേം നസീറിന് വേണ്ടി മമ്മൂട്ടി സബ്ജക്റ്റ് ഒക്കെ എഴുതിയതാണ്. പക്ഷെ ആ കഥ പിന്നീട് സംഭവിച്ചോ അത് പിന്നീട് വേറെ സംവിധായകർക്ക് ഡെന്നിസ് ജോസഫ് കൊടുത്തോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ പ്രേം നസീർ അവസാന കാലത്ത് ഫീൽഡ് ഔട്ടൊക്കെ ആയി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്ന രീതിയിലൊക്കെയാണ് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രേം നസീറിന് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അന്ന് 1 ലക്ഷം രൂപ റെമ്യൂണറേഷൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ മേടിച്ച ആളാണ് പ്രേം നസീർ. പ്രേം നസീർ ഏകദേശം 85 ഫീൽഡിൽ നിന്ന് മാറുന്ന സമയം വരെ അപ്പോഴും പൈസ വാങ്ങിയിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പ്രൊഡ്യൂസർമാർക്ക് പ്രിയപ്പെട്ട നടനായിരുന്നു. പ്രൊഡ്യൂസർമാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രതിഫലം തിരിച്ചു കൊടുക്കാറുണ്ട്. ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നാൽ വീണ്ടും അതേ പ്രൊഡ്യൂസർക്ക് തന്നെ വേറൊരു സിനിമ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു സംവിധായകന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 30 ദിവസത്തേക്ക് വേണ്ടി 1 ലക്ഷം രൂപ ചോദിച്ചു. പക്ഷെ 20 ദിവസം കൊണ്ടെന്തോ ഷൂട്ടിംഗ് തീർത്തപ്പോൾ 75,000 മതി, ബാക്കി 25,000 എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ച ഡേറ്റ് എനിക്ക് വേറെ ആൾക്ക് കൊടുത്ത് ഞാൻ പൈസ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ അത്ര നല്ല മനുഷ്യനായിരുന്നു ഒരു പ്രേം നസീർ ആയിരുന്നു. പിന്നെ മുമ്പും പല ഈ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒക്കെ ഡയറക്ടർ സുരേഷ് ബാബു പറഞ്ഞിട്ട് ഇതുപോലെ മമ്മൂട്ടി പ്രേം നസീറിനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴൊക്കെ മമ്മൂട്ടി വളരെ ഫ്രീ ആയിട്ടാണ് മമ്മൂട്ടി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ പ്രേം നസീറിൻ്റെ ഇവരൊക്കെ അന്നത്തെ യുവതലമുറയിലുണ്ടായിരുന്ന മമ്മൂട്ടി മോഹൻലാലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിരുന്നത്. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു മികച്ച സംവിധായകനായി നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരുന്നു.